കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. വിവാഹബന്ധത്തിൽ വിവാഹപ്പൊരുത്തത്തിന് ആവശ്യകതയുണ്ടോ? ഇത് നോക്കേണ്ടതുണ്ടോ? വീണ്ടും വീണ്ടും ആളുകൾ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വിവാഹപ്പൊരുത്തം നോക്കിയില്ലായിരുന്നുവെങ്കിൽ വിവാഹത്തിന് പൊരുത്തം നോക്കുന്നതുകൊണ്ട് മാത്രം വിവാഹങ്ങൾ നീണ്ടുപോകുന്നു, പ്രായം അധികരിക്കുന്നു, പൊരുത്തം നോക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. മറ്റു മതസ്ഥരൊന്നും ഇതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നിടത്തോളം നമ്മൾ ഹൈന്ദവർ മാത്രം എന്തിനിതിന് പ്രാധാന്യം കൊടുക്കുന്നു? യുക്തിവാദികളൊക്കെ അതിന് പ്രാധാന്യം കൊടുക്കാറില്ല എങ്കിലും ഇന്നും ദൈവവിശ്വാസവും വിശ്വാസവുമുള്ള മാതാപിതാക്കളൊക്കെ മക്കളുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ജാതകം, ചേരുന്ന ജാതകം മാത്രം ചേർത്ത് മക്കൾക്ക് നല്ലൊരു ദാമ്പത്യം ഉണ്ടാക്കി കൊടുക്കാനാണ് ശ്രദ്ധിക്കാറ്. എന്തിനാണ് ഇതിൻ്റെ പൊരുത്തത്തിൻ്റെ പ്രാധാന്യം ഉണ്ടോ? അത് നോക്കേണ്ടതായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തിനൊക്കെയാണ് നമ്മളവിടെ പ്രാധാന്യം കൽപ്പിക്കുന്നത്? പൊരുത്തത്തിൽ എന്തിനൊക്കെയാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നത്? മനുഷ്യൻ ജീവിതത്തിലെ പല ബന്ധങ്ങളുണ്ട്. അവയിലെല്ലാം വെച്ച് സർവ്വപ്രധാനം വിവാഹ ബന്ധമാണ്. ഒരുപാട് ബന്ധങ്ങൾ ജീവിതത്തിലുണ്ട്. കുടുംബ ബന്ധങ്ങൾ, പരസ്പരം സഹോദര ബന്ധങ്ങൾ, അതുപോലെ തന്നെ പല തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. അതിൽ ഏറ്റവും സർവ്വപ്രധാനമായിട്ട് ഉള്ള ഒരു ബന്ധമാണ് വിവാഹബന്ധം എന്ന് പറയുന്നത്. ലോകമാകെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു ബന്ധവും കൂടിയാണ് ഈ വിവാഹബന്ധം എന്ന് പറയുന്നത്. ദാമ്പത്യം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ വയ്യാത്തൊരു ബന്ധമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ ദാമ്പത്യം എന്ന് പറയുന്നത് വിവാഹേതര പിരിയൽ പോലും ആയിട്ടുണ്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞ 6 മാസക്കാലം ഈ പയ്യനും പെൺകുട്ടിയും, സ്ത്രീയും പുരുഷനും തമ്മിൽ സംസാരിക്കട്ടെ, അവർ തമ്മിൽ പരിചയപ്പെടട്ടെ, അവർ തമ്മിൽ സംസാരിച്ച് പരിചയപ്പെട്ട് എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കല്യാണത്തിൻ്റെ ഒരാഴ്ച മുമ്പ് അവർ പറയും എനിക്ക് ഈ പയ്യനെ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് പെൺകുട്ടിയെ വേണ്ട, ഞങ്ങളിവിടെ വെച്ച് വിവാഹം പിരിയാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പരസ്പരം യോജിക്കാൻ പറ്റാത്ത വിയോജിപ്പുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വിയോജിപ്പുകൾ ഉണ്ടാകുന്നു എന്ന് വന്നപ്പോൾ ഈ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞ ദാമ്പത്യത്തിൽ പല അപാകതകളും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിനെ ജാതകപ്പൊരുത്തമില്ലായ്മ എന്ന് പറയുമ്പോൾ ജാതകപ്പൊരുത്തം ഒരു പ്രശ്നമാണെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും വ്യക്തി സ്വാതന്ത്ര്യങ്ങളും അവിടെ പ്രധാനമായിട്ട് എല്ലാവരും കൽപ്പിക്കുന്നുണ്ട്. എന്നും അഭേദ്യമായിട്ടും അനുസൃതമായിട്ടും മരണം വരെ നിൽക്കേണ്ട ഒരു ബന്ധമാണ് ഈ പറയുന്ന സ്ത്രീ പുരുഷ ബന്ധം, വിവാഹബന്ധം, ദാമ്പത്യം എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ മേലാപകം എന്നാണ് ഈ ദാമ്പത്യത്തിന് മാച്ചിങ് എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ മേലാപകം എന്ന് പറയും, ഇംഗ്ലീഷിലാണെങ്കിൽ മാച്ചിങ് എന്ന് പറയും, ഹോറോസ്കോപ്പിൽ മാച്ചിങ്, മലയാളത്തിൽ പൊരുത്തം എന്നും പറയും. അപ്പോൾ ഈ പറയുന്ന വാക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഇത് സാർവത്രികമായിട്ട് കണ്ടുപോരുന്ന ഒരു കാര്യം തന്നെയാണ്. പൊരുത്തശോധന കൂടാതെയും വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. പ്രേമവിവാഹങ്ങളിൽ പൊരുത്തശോധന നോക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റ് മതസ്ഥർ നോക്കാറില്ല. യഥാർത്ഥ പൊരുത്തമുള്ള ബന്ധം നിലനിൽക്കും. അങ്ങനെയാണെങ്കിൽ തന്നെയും യഥാർത്ഥ പൊരുത്തമുള്ള ബന്ധം നിലനിൽക്കുകയും പൊരുത്തമില്ലാത്തവ, യഥാർത്ഥമായിട്ട് പൊരുത്തമില്ലാത്ത ബന്ധങ്ങളാണെങ്കിൽ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവ വേർപെടുകയൊക്കെ ചെയ്യും. വിവാഹ ബന്ധങ്ങളിൽ പരാജയം സംഭവിക്കുന്നുവെങ്കിൽ അത് പരിശോധിക്കുന്ന ആ ജ്യോത്സ്യനോ അല്ലെങ്കിൽ പരിശോധിക്കുന്നവർക്കോ വരുന്ന പിഴവുകൾ മാത്രമല്ല, ഒന്ന് നമ്മൾ പറയുന്ന സമയത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ. പലരും പറയുന്ന സമയങ്ങൾ ചിലപ്പോൾ വ്യത്യസ്ത സമയങ്ങളായിരിക്കാം, വ്യത്യസ്തമായ രീതിയിലായിരിക്കാം തരുന്ന സമയം. അങ്ങനെ വരുമ്പോൾ അതിൽ വരുന്ന സൂക്ഷ്മതക്കുറവ്, ഒരു ജാതകം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു വിവാഹപ്പൊരുത്തം നോക്കുമ്പോൾ അതിൽ കൊടുക്കുന്ന സമയവും സന്ദർഭവും ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അത് തികച്ചും ശരിയല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് അപാകതകൾ വരാം. അപ്പം നോക്കുന്ന ദൈവജ്ഞനേക്കാൾ ഉപരിയായിട്ട് കൊടുക്കുന്ന നമ്മൾക്കാണ് അതിൽ എന്തുണ്ടാകുന്നത്. ഇനി എല്ലാം കറക്റ്റായിട്ട് അതിൽ എന്തെങ്കിലും സൂക്ഷ്മതക്കുറവുണ്ടെങ്കിൽ അത് ദൈവജ്ഞൻ്റെ നോട്ടക്കുറവ് കൊണ്ടാണ്. അങ്ങനെ വരുന്ന ജാതകം തയ്യാറാക്കുന്നതിൽ വരുന്ന സൂക്ഷ്മതക്കുറവുകളോ അല്ലെങ്കിൽ അപാകതകളോ ആവാം. വിവാഹിതരാകാൻ പോകുന്നവർ അത് വളരെയേറെ ശ്രദ്ധിച്ചിട്ട് ജാതകപ്പൊരുത്തം വേണമെന്ന് തോന്നുകയാണെങ്കിൽ, വിവാഹത്തിൽ പൊരുത്തത്തിൻ്റെ ആവശ്യകതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം അത് നല്ല എല്ലാ മക്കളുടെ, സന്താനങ്ങളുടെ നന്മയ്ക്കും ഭാവിക്കും അത് വളരെ അത്യാവശ്യമാണ്. ജാതകം 10 നോക്കിയിട്ടും 10 ചേരുന്നില്ല എന്ന് വരുമ്പോൾ തന്നെ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പല കാരണങ്ങളെ കൊണ്ട് വിവാഹം തുടങ്ങാൻ പറ്റുന്നില്ല, വിവാഹ ബന്ധങ്ങൾ ചേരുന്നില്ല, എല്ലാം ചേർന്ന് കഴിഞ്ഞ് വരുമ്പോൾ ജാതകം ചേരുന്നില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ട് വിവാഹം നീണ്ടുപോകുന്നു. അപ്പം പിന്നെ പൊരുത്തം നോക്കണ്ട, ജാതകം നോക്കണ്ട എന്നുള്ളത് ആളുകൾ കണക്കുകൂട്ടി തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ ആവാതെ സൂക്ഷ്മമായിട്ട് സമയം ഗണിച്ച് എടുക്കുന്ന ജാതകങ്ങൾ പൊരുത്തത്തോടു കൂടി ചേരുകയും പൊരുത്തപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ്, വിവാഹബന്ധത്തിൽ പൊരുത്തത്തിൻ്റെ ആവശ്യകത വളരെയേറെ പ്രസക്തമാണ്. അനിവാര്യമായൊരു കാര്യം തന്നെയാണ് വിവാഹ പൊരുത്തം എന്ന് പറയുന്നത്.